ഹായ് ഓൾ, എല്ലാവർക്കും യുണീക്ക് അക്കാഡമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് മിഷൻ HSAയുടെ ഭാഗമായിട്ടുള്ള PYQ സീരീസിൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ നമ്മൾ നോക്കുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ 013/2022 HSA മാത്തമാറ്റിക്സിൻ്റെ ജനറൽ പാർട്ട് ഫസ്റ്റ് പേപ്പറിൻ്റെ നമ്മൾ ആദ്യത്തെ 10 ക്വസ്റ്റ്യൻ നോക്കിയിരുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അറേഞ്ച് ദ ഫോളോയിങ് ഇൻ ക്രൊണോളജിക്കൽ ഓർഡർ, അല്ലെ കാലഗണന അനുസരിച്ച് തന്നിരിക്കുന്ന സംഭവങ്ങളെ ക്രമപ്പെടുത്താനാണ് ചോദിച്ചേക്കുന്നത്. വൈക്കം സത്യാഗ്രഹ തന്നിട്ടുണ്ട്, ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ തന്നിരിക്കുന്നു, ഗുരുവായൂർ സത്യാഗ്രഹ, ഷാനാർ അജിറ്റേഷൻ. അപ്പോൾ ഇതിൽ ഓരോന്നും ഏത് വർഷമാണെന്ന് അറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ഓർഡർ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ. ആദ്യം തന്നെ വൈക്കം സത്യാഗ്രഹം നടന്നത് എപ്പോഴാണ്? 1924 വൈക്കം സത്യാഗ്രഹം നടക്കുന്നത്. ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ, ക്ഷേത്രപ്രവേശന വിളംബരം നടക്കുന്നത് 1936. ഗുരുവായൂർ സത്യാഗ്രഹം 1931. ദെൻ ഷാനാർ അജിറ്റേഷൻ എന്ന് പറഞ്ഞാൽ ചാന്നാർ ലഹളയാണ്. ഇത് കോമൺലി നമ്മൾ പറയുന്നത് 1859 1822 സ്റ്റാർട്ട് ചെയ്തു, എന്നാലും നമ്മൾ 1859 എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓർഡർ നോക്കുക, അസെൻഡിങ് ഓർഡർ ആണോ ഡിസെൻഡിങ് ഓർഡർ ആണോ നോക്കുക. ഒന്ന് നമുക്ക് നോക്കാവുന്നത് ആദ്യം നടന്ന കാര്യങ്ങൾ നോക്കാം. ഒന്നാമതായിട്ട് നടന്നേക്കുന്നത് നമ്മുടെ ഷാനാർ അജിറ്റേഷൻ ആണ്. ഒന്നാമതായി നടന്നേക്കുന്നത്. രണ്ടാമത്തേത് വൈക്കം സത്യാഗ്രഹയാണ്. മൂന്നാമത്തേത് ഗുരുവായൂർ സത്യാഗ്രഹ. നാലാമത്തേത് ടെമ്പിൾ എൻട്രി പ്രൊക്ലമേഷൻ ആണ്. അപ്പോൾ 4, 1, 3, 2 ഓർഡർ ഉണ്ടോ നോക്കുക. 4, 1, 3, 2 ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ഔട്ട് ദി ഇൻകറക്റ്റ് മാച്ച്, അല്ലെ തെറ്റായി മാച്ച് ചെയ്തേക്കുന്നത് കണ്ടുപിടിക്കാനാണ് അടുത്ത ചോദ്യം. ആർട്ടിക്കിൾ തന്നിട്ടുണ്ട്, അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും തന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് തെറ്റ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ആർട്ടിക്കിൾ 17 അബോളിഷൻ ഓഫ് അൺടച്ചബിലിറ്റി, അല്ലെ എന്താണ് തൊട്ടുകൂടായ്മയുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 17, അല്ലെ തൊട്ടുകൂടായ്മ നിരോധിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ 17 ആണെന്ന് പറയുന്നു. അത് ശരിയാണ് കേട്ടോ. അൺടച്ചബിലിറ്റി ഓഫൻസ് ആക്ട് ആർട്ടിക്കിൾ 17 ആണ്. അതുപോലെ ആർട്ടിക്കിൾ 243A അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് എന്നാണ് പറയുന്നത്. അത് തെറ്റാണ് കേട്ടോ. 243A അബോളിഷൻ ഓഫ് ടൈറ്റിൽസ് പറയുന്നത്. ദെൻ ആർട്ടിക്കിൾ 29 പ്രൊട്ടക്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് മൈനോറിറ്റീസ്, ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക. ആർട്ടിക്കിൾ 29 വരുന്നത്. അപ്പോൾ അത് കറക്റ്റ് ആണ്. അടുത്ത ആർട്ടിക്കിൾ 14 ഇക്വാളിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിലെ തുല്യത, അല്ലെ നിയമസമത്വമാണ് ആർട്ടിക്കിൾ 14. അതും ശരിയാണ്. അപ്പോൾ തെറ്റായിട്ടുള്ളത് നമുക്ക് ഏതാണ് തെറ്റായിട്ടുള്ളത് നോക്കിയാൽ ഓപ്ഷൻ ബി 2 ആണ്, അല്ലെ 2 ഒള്ളി, 2 മാത്രം തെറ്റാണ് എന്നുള്ള ഓപ്ഷൻ ഉണ്ടോ നോക്കുക. അതുണ്ട്. ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ദ റെസിപ്പിയന്റ് ഓഫ് ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് 2021 2021 ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് നേടിയത് ആരാണെന്ന് ചോദിക്കുന്നു. അത് അന്നത്തെ ഒരു കറണ്ട് അഫെയർ ആയിരുന്നു. ആരാണ്? ഡോക്ടർ സിറസ് പൂനാവാല. ആരാണ്? ഡോക്ടർ സിറസ് പൂനാവാലയാണ് 2021 ലോകമാന്യ തിലക് നാഷണൽ അവാർഡ് നേടിയത്. ഡോക്ടർ സിറസ് പൂനാവാലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. റിട്ടുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്തത്. The writ which is issued when the court finds that a particular office holder is not doing legal duty and thereby is infringing on the right of an individual is called. Prohibition ആണോ, habeas corpus ആണോ, കോ വാറന്റ് ആണോ, മാൻഡമസ് ആണോ? അല്ലെ റിട്ടുകൾ 5 തരത്തിലുള്ള റിട്ടുണ്ട്. അതിൽ ഏത് റിട്ടാണെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? when the court finds that a particular office holder is not doing legal duty, ഒരു ഉദ്യോഗസ്ഥൻ തനിക്ക് അസൈൻ ചെയ്തേക്കുന്ന ജോലി ചെയ്യുന്നില്ല, അതുമൂലം മറ്റൊരു വ്യക്തിക്ക് അയാൾക്ക് അർഹമായിട്ടുള്ള അവകാശം കിട്ടുന്നില്ല എന്ന് കാണിക്കാനായിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു റിട്ട് ഏതാണ്? ഒരു ഉദ്യോഗസ്ഥൻ തൻ്റെ ജോലി കൃത്യമായി ചെയ്യുന്നില്ലെങ്കിൽ അതിനെതിരെ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന റിട്ടാണ് മാൻഡമസ് ആണ്. അല്ലെ മാൻ ഡു മസ്റ്റ്. അപ്പോൾ എന്ത് ചെയ്യുക? മാൻ ഡു മസ്റ്റ് ആയിട്ട് അത് ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യാതിരുന്നാൽ ആ റിട്ട് മാൻഡമസ് ആണെന്ന് നമുക്ക് ആ ഒരു കോഡിൽ നിന്നും ഓർത്തെടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്, അല്ലെ കൂടുതലും സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ വരുന്നത്. സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്.
അതിൽ നമ്മളോട് ചോദിച്ചേക്കുന്നത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടുപിടിക്കാനാണ്. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. അപ്പം നമുക്ക് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് P.N. പണിക്കർ അല്ലെ, P.N. പണിക്കരെ കുറിച്ചാണ്. P.N. പണിക്കർ ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ലൈബ്രറി മൂവ്മെന്റ് ഇൻ കേരള. കേരളത്തിലെ ലൈബ്രറി പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് P.N. പണിക്കരാണെന്ന് പറയുന്നു. അത് ശരിയാണ്. ദെൻ June 19 ഹിസ് ബർത്ത്ഡേ ഹാസ് ബീൻ ഒബ്സർവ്ഡ് ആസ് വായനാ ദിനം ഇൻ കേരള. കേരളത്തില് ജൂൺ 19 അദ്ദേഹത്തിന്റെ ജന്മദിനം വായനാ ദിനമായി ആചരിക്കുന്നു എന്ന് പറയുന്നു. തെറ്റാണ്. കാരണം ജൂൺ 19 ഒക്കെയാണ്, പക്ഷെ അത് ബർത്ത്ഡേ അല്ല, ഡെത്ത് ഡേ ആണ് കേട്ടോ. ചരമദിനം, അദ്ദേഹത്തിന്റെ ചരമദിനമാണ് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ജൂൺ 19 എന്താണ്? ജൂൺ 19 P.N. പണിക്കരുടെ ചരമദിനമാണ്. അതാണ് നമ്മൾ വായനാ ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു ഓപ്ഷൻ തെറ്റാണ്. അടുത്ത മൂന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് ദ തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം വാസ് ഫൗണ്ട് ഇൻ 1945. 1945 തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത് എന്ന് പറയുന്നു. അത് ശരിയാണ് കേട്ടോ. തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത് 1945. ദെൻ നാലാമത്തേത് നമുക്ക് നോക്കാം. ഇൻ 2020 the Prime Minister declared June 19 as National Reading Day. 2020 പ്രധാനമന്ത്രി ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറയുന്നു. അതും തെറ്റാണ് കേട്ടോ, അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ 2020 പ്രൈം മിനിസ്റ്റർ ജൂൺ 19 നാഷണൽ റീഡിംഗ് ഡേ ആയിട്ട് പ്രഖ്യാപിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റാണ്. അപ്പം നമുക്ക് കറക്റ്റായിട്ട് അറിയാവുന്നത് ആദ്യത്തെ 2 ഓപ്ഷൻസ് ആയിരിക്കും. 1 ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ 1 ശരിയായിട്ടുള്ള ഓപ്ഷൻസ് ഏതൊക്കെയുണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് 2 തെറ്റാണെന്നറിയാം. അപ്പോൾ 2 വരുന്ന ഓപ്ഷൻ നമുക്ക് വെട്ടി ആദ്യമേ കളയാൻ പറ്റും. അപ്പോൾ ഓപ്ഷൻ ഡി നമുക്ക് വെട്ടാം. ഇനി only 1 ഈസ് കറക്റ്റ് എന്നുണ്ട്, പിന്നെ അതുപോലെ 1ഉം 4ഉം കറക്റ്റ് എന്നുണ്ട്, 1ഉം 3ഉം കറക്റ്റ് എന്നുണ്ട്. അപ്പോൾ ഇതിലേതാണ്? നമുക്ക് എലിമിനേഷൻ ഇവിടെ റിസ്ക് ആണ്. നമുക്കിപ്പോൾ തെറ്റിയിരിക്കുന്നത് 2ഉം 4ഉം തെറ്റാണ്. അതിനർത്ഥം ഏതൊക്കെയാണ്? 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണെന്നുള്ള ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത നമ്മുടെ പെഡഗോജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് അടുത്ത് പറയുന്നത്. ആ ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക കേട്ടോ. പെഡഗോജിയിലെ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. വൈൽ ടീച്ചിങ് എ ടീച്ചർ നെഗ്ലെക്ട്സ് എ ചൈൽഡ് ഹു നീഡ്സ് സ്പെഷ്യൽ ഇൻപുട്സ്. ദിസ് ഈസ് എ വയലേഷൻ ഓഫ്. പഠിപ്പിക്കുന്ന സമയത്ത് ഒരു ടീച്ചർ സ്പെഷ്യൽ നീഡ് ആവശ്യമായിട്ടുള്ള കുട്ടിയുടെ കാര്യം ടീച്ചർ എന്ത് ചെയ്യുന്നില്ല, പരിഗണിക്കുന്നില്ല, ടീച്ചർ നെഗ്ലക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവിടെ എന്താണ് വയലേറ്റ് ചെയ്യപ്പെടുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. കൺസർവേറ്റീവ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ബി ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ, ഓപ്ഷൻ സി മോട്ടിവേഷണൽ പ്രിൻസിപ്പിൾ, ഓപ്ഷൻ ഡി ട്രാൻസ്ഫോർമേറ്റീവ് പ്രിൻസിപ്പിൾ. അല്ലെ, വൈൽ ടീച്ചിങ് എ ടീച്ചർ നെഗ്ലക്ട്സ് എ ചൈൽഡ് ഹു നീഡ്സ് സ്പെഷ്യൽ ഇൻപുട്ട്. സ്പെഷ്യൽ ഇൻപുട്ട് നേടേണ്ട ഒരു കുട്ടിയുടെ അല്ലെങ്കിൽ ആവശ്യകത ടീച്ചർ എന്ത് ചെയ്യുന്നു? അവഗണിക്കുന്നു. അവിടെ നമ്മൾ എന്താ വയലേറ്റ് ചെയ്യുന്നത്? ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ ആണ് വയലേറ്റ് ചെയ്യുന്നത്. അല്ലെ, ഇൻക്ലൂസീവ് പ്രിൻസിപ്പിൾ വയലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. ഇനി 17ാമത്തെ ക്വസ്റ്റ്യൻ നമ്മുടെ സൈക്കോളജിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അക്കോർഡിംഗ് ടു പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, which stage is appropriate for meaningful learning of counting in descending order? പിയാഷെയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് തിയറി അനുസരിച്ച് എന്താണ് കൗണ്ടിങ് ഡിസെൻഡിങ് ഓർഡറിൽ കൗണ്ട് ചെയ്യാനുള്ള കഴിവ് കുട്ടി അച്ചീവ് ചെയ്യുന്നത് ഏത് സ്റ്റേജിലാണെന്നാണ് ചോദിക്കുന്നത്. അക്കോർഡിംഗ് ടു പിയാഷെസ് തിയറി ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, which stage is appropriate for meaningful learning of counting in descending order? ഡിസെൻഡിങ് എന്ന് പറയുമ്പോൾ എന്താണ്? റിവേഴ്സ് ഓർഡർ ഒക്കെ വരികയാണ്. കുട്ടി ആ ഒരു ചിന്ത ഏതിലാണ് എടുക്കുന്നത്? ഏത് സ്റ്റേജ് എത്തുമ്പോഴാണ് കുട്ടിക്ക് റിവേഴ്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ചിന്ത വരുന്നത്? അത് കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ്. ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം. കോൺക്രീറ്റ് ഓപ്പറേഷണൽ സ്റ്റേജ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ. വിച്ച് വൺ ഈസ് നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ? നോട്ട് എ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ. എസ്സേ ടൈപ്പ് ചോദ്യത്തിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ഏതെന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ഓരോ ഓപ്ഷൻ ആയിട്ട് നോക്കാം. റെഡ്യൂസസ് ഗസ് വർക്ക്, അത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ്. അല്ലെ, എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്വാളിറ്റിയാണ് റെഡ്യൂസസ് ഗസ് വർക്ക് എന്ന് പറയുന്നത്. അടുത്ത മെഷേഴ്സ് എബിലിറ്റി ടു ഓർഗനൈസ് ഡേറ്റ, അതും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. അല്ലെ, ഡേറ്റ കറക്റ്റായിട്ട് ഓർഗനൈസ് ചെയ്ത് ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ ഏത്, കണ്ടന്റ് പാർട്ട് ഏതാണ്, കൺക്ലൂഷൻ പാർട്ട് ഏതാണ് എന്നൊക്കെ ഓർഗനൈസ് ചെയ്ത് എഴുതാൻ കഴിയുന്നത് എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. ബെറ്റർ കണ്ടന്റ് കവറേജ് വരുന്നതും എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യനിലാണ്.
ദെൻ ബെറ്റർ കണ്ടന്റ് സാമ്പിളിംഗ്, കണ്ടന്റ് സാമ്പിൾ ചെയ്താണോ എടുക്കുന്നത്, തിരഞ്ഞെടുക്കുകയാണോ ചെയ്യുന്നത്? അല്ല അല്ലേ, എസ് എ ടൈപ്പിൽ നമ്മളെല്ലാം ഇൻപുട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ ബെറ്റർ കണ്ടന്റ് സാമ്പിളിംഗ് എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ എസ് എ ടൈപ്പിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല. അപ്പോൾ ഇവിടുത്തെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരമായി വരുന്നത്. ഓപ്ഷൻ ഡി ആണ് എസ് എ ടൈപ്പ് ക്വസ്റ്റ്യൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലാത്തത് ബെറ്റർ കണ്ടന്റ് സാമ്പിളിംഗ് ആണെന്ന് ഓർത്തു വെക്കുക. ഇനി 19ാമത്തെ ക്വസ്റ്റ്യൻ, എ ടീച്ചർ ടീച്ചസ് ദ പ്രൊസീജിയർ ഓഫ് സബ്ട്രാക്ഷൻ ഓഫ് നമ്പേഴ്സ് ത്രൂ സ്മോൾ സ്റ്റെപ്സ് സോ ദാറ്റ് ദ ലേണർ ക്യാൻ വർക്ക് ഓൺ സബ്ട്രാക്ഷൻ ഇൻഡിപെൻഡൻ്റ്ലി. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ്. ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടിക്ക് സബ്ട്രാക്ഷൻ്റെ സ്റ്റെപ്സ്, ചെറിയ സ്റ്റെപ്സ് ഒക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കുട്ടി എന്ത് ചെയ്യുന്നുണ്ട്, അത് മനസ്സിലാക്കിയിട്ട് കുട്ടിക്ക് സ്വന്തമായിട്ട് കഴിയാൻ ചെയ്യുന്നുണ്ട്. അതായത് ടീച്ചറിൻ്റെ ഒരു ഹെൽപ്പ് വരുന്നുണ്ട്, അത് കഴിഞ്ഞ് കുട്ടിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ കഴിയുന്നുമുണ്ട്. ഇതെവിടെയാണ് നമ്മൾ പ്രതിപാദിക്കുന്നത്? സ്കീമ ഫോർമേഷനിലാണോ, ഹൈറാർക്കി ഓഫ് ലേണിംഗ് ആണോ, ഡിസ്കവറി ലേണിംഗ് ആണോ, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെന്റ് ആണോ? ഏതാ ഉത്തരം വരുന്നത്? നമ്മുടെ വൈഗോഡ്സ്കിയുടെ ZPD ആണ്. ZPD അല്ലേ, കുട്ടിക്ക് തനിയെ എത്തിച്ചേരാവുന്ന ലെവലിലും മറ്റൊരാളുടെ സഹായം കൊണ്ട് എത്തിച്ചേരാൻ കഴിയുന്ന ലെവലിനും ഇടയ്ക്കുള്ള ഒരു അന്തരമാണ്, ഡിഫറൻസ് ആണ് ZPD എന്ന് പറയുന്നത്. ഇവിടെ ടീച്ചർ എന്ത് ചെയ്യുന്നുണ്ട്, കുഞ്ഞ് സ്റ്റെപ്സിലൂടെ സബ്ട്രാക്ഷൻ പറഞ്ഞു കൊടുക്കുമ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്വന്തമായിട്ട് സബ്ട്രാക്ഷൻ ചെയ്യാൻ കഴിയുന്നുണ്ട്. അത് എന്തിന് എക്സാമ്പിളാണ്? ZPDക്ക് എക്സാമ്പിളാണ്. സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്, അത് ആരുടെ ആശയമാണ്? നമ്മുടെ വൈഗോഡ്സ്കിയുടെ ആശയമാണെന്ന് ഓർത്തിരിക്കുക. വൈഗോഡ്സ്കിയുടെ ആശയമാണ്. ഇനി ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലെ ലാസ്റ്റ് ജനറൽ പാർട്ടിലെ ക്വസ്റ്റ്യൻ ആണ്, നമുക്ക് നോക്കാം. The learner will be able to interpret the given graph is an objective set by a teacher. As per revised Bloom's taxonomy, it belongs. നമ്മുടെ ബ്ലൂംസ് ടാക്സോണമിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബ്ലൂംസ് ടാക്സോണമി ഇമ്പോർട്ടൻ്റ് ആണ്. വരുന്ന ദിവസങ്ങളിൽ ക്ലാസ് അപ്ലോഡ് ചെയ്യാം ബ്ലൂംസ് ടാക്സോണമിയുടെ ഒക്കെ. അപ്പോൾ ഇവിടെ എന്താ ചെയ്യുന്നത്? ദ ലേണർ വിൽ ബി ഏബിൾ ടു ഇന്റർപ്രറ്റ് ദ ഗിവൻ ഗ്രാഫ്. ഇന്റർപ്രറ്റ് ചെയ്യുന്നു, ഇതാണ് കീവേഡ്. ഗ്രാഫ് ഇന്റർപ്രറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബ്ലൂംസ് ടാക്സോണമിയിലെ ഏത് ഒബ്ജക്റ്റീവിലാണ് വരുന്നത്? റിമെമ്പർ കണ്ടന്റ് ആണോ, അനലൈസ് പ്രൊസീജിയറിലാണോ, അപ്ലൈ മെറ്റാകോഗ്നിറ്റീവ് ആണോ, ക്രിയേറ്റ് കൺസെപ്ച്വൽ ആണോ? ഇന്റർപ്രറ്റ് ചെയ്യുന്നത് എപ്പോഴും ഏതിലാണ് വരുന്നത്? അനലൈസിലാണ് വരുന്നത്. ഓപ്ഷൻ ബി ആണ് ശരി ഉത്തരം. അപ്പം ഇന്റർപ്രറ്റ് ചെയ്യുക എന്നുള്ള കീവേഡ് വന്നാൽ അത് ബ്ലൂംസ് ടാക്സോണമിയിലെ അനലൈസ്, അനാലിസിസ് അല്ലെ, അനലൈസ് എന്ന് പറയുന്ന ഒബ്ജക്റ്റീവിലാണ് വരുന്നത്. പ്രൊസീജിയറൽ, അനലൈസ് പ്രൊസീജിയറൽ. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മുടെ എന്താണ് 2022 HSA മാത്തമാറ്റിക്സിൽ ചോദിച്ചിട്ടുള്ള ജനറൽ പാർട്ടിലെ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടോടുകൂടി നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ 20 ക്വസ്റ്റ്യനും കവർ ആക്കിയിട്ടുണ്ട്. അപ്പോൾ 20 ക്വസ്റ്റ്യനിൽ ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു, പാരാ ഒളിമ്പിക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഡിലീഷൻ ആയിരുന്നു. അത് കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ 19 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റി എന്ന് നിങ്ങളൊന്ന് അറിയിക്കുക കേട്ടോ. ഈ ഒരു എക്സാം ആയിട്ട് തന്നെ നിങ്ങളൊന്ന് നോക്കുക. ഞാൻ പറയുന്നതിന് മുൻപേ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഉത്തരം കണ്ടെത്തി ഒന്ന് നോക്കിയാൽ മതിയാകും. ഇനിയുള്ള വീഡിയോസും അങ്ങനെ ചെയ്താൽ മതിയാകും. അപ്പോൾ നമ്മുടെ HSCക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്ലേലിസ്റ്റ് നോക്കിയിട്ട് ഒന്ന് നോക്കിയാൽ മതി. മിഷൻ HSA എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. PYQ സീരീസിന് വേണ്ടി പ്രത്യേകം ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതും നോക്കാത്തവരുണ്ടെങ്കിൽ നോക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക, റിവൈസ് ചെയ്യുക. ഹാപ്പി ലേണിംഗ്. താങ്ക് യു ഓൾ.